രണ്ട് പെൺകുട്ടികളും പയ്യന്മാരും കൂടി ഒരു ഫ്ലാറ്റിലങ്ങനെ കൂടിക്കഴിഞ്ഞ് ഇവിടെ പലർക്കും ഭൂമി ഇളകുന്ന പോലെ. ഞാൻ പിന്നെ നിങ്ങളുടെ ആരും നിങ്ങൾക്കത് ശല്യമില്ലല്ലോ, അവരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം? ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം വസ്ത്രധാരണത്തെ പറ്റിയാണ്. വസ്ത്രധാരണത്തെ പറ്റി സംസാരിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഒരു വ്യക്തിയാണ് നമ്മുടെ കൃഷ്ണകുമാർജി. കൃഷ്ണകുമാർജി വസ്ത്രധാരണത്തെ പറ്റി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണിപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരെ എടുത്തിട്ട് ചാമ്പുകയാണ് ആൾക്കാർ. എന്തിന് ഇത്രത്തോളം കൃഷ്ണകുമാർജിയോടും കുടുംബത്തോടും ഇത്രത്തോളം അസൂയ എന്ന് ചോദിച്ചു പോവുകയാണ്. സീരിയസ് ആയിട്ട് നമ്മളിതൊരു കളിയാക്കിയ ഒരു വീഡിയോ ഒന്നുമല്ല ചെയ്യുന്നത്. കൃഷ്ണകുമാർജി പറയുന്ന കുറേ കാര്യങ്ങളിൽ യാഥാർത്ഥ്യമുണ്ടെന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ആദ്യമായി കേരളത്തിലെ സദാചാരത്തെ പറ്റിയാണ് കൃഷ്ണകുമാർജി സംസാരിക്കുന്നത്. വളരെ ശരിയാണ്. ഒരു പെണ്ണും ഒരു ചെറുക്കനും കൂടെ ഒരു ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമായിട്ടാണ് ഇവിടെ പോർട്രേറ്റ് ചെയ്യുന്നത്. അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാർ ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ഈ ഫ്ലാറ്റിൽ പോകുന്നതിലൊന്നും ഒരു തെറ്റുമില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയും കൂടെ നല്ല ഉദ്ദേശത്തോടെ ഇനി പോട്ടെ, അവരുടെ ഉദ്ദേശം എന്ത് മോശം തന്നെ ആയിക്കോട്ടെ. എന്നാലും ഈ കാലഘട്ടത്തിൽ ലഹരി ഉപയോഗമൊക്കെ വളരെ കൂടുതലാണ്, കാണുന്നതാണ്. പല വാർത്തകളും നമ്മൾ കാണുന്നതാണ്. ഈ അടുത്ത കാലത്ത് തന്നെ 2 സ്ത്രീകളെ പിടിച്ചതാണ്. വീട്ടിലറിയാതെ പോയി ഈ പറയുമാതിരി ആഘോഷത്തിന് പോയി പിടിക്കപ്പെട്ടത് MDMA പോലുള്ള മാരക ലഹരി പദാർത്ഥങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഫ്ലാറ്റിൽ പോകുന്നതിനെ പറ്റി നമ്മുടെ കൃഷ്ണകുമാർജിക്ക് എന്താ പറയാനുള്ളതെന്ന് നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. രണ്ട് പെൺകുട്ടികളും പയ്യന്മാരും കൂടി ഒരു ഫ്ലാറ്റിലങ്ങനെ കൂടിക്കഴിഞ്ഞ് ഇവിടെ പലർക്കും ഭൂമി ഇളകുന്ന പോലെ. ഞാൻ പിന്നെ നിങ്ങളുടെ ആരും നിങ്ങൾക്കത് ശല്യമില്ലല്ലോ, അവരെന്തോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം? വളരെ ശരിയാണ്. ഇതേ കണക്ക് കൃഷ്ണകുമാർജി പറയുന്നത് വളരെ കൃത്യമായ ഒരു കാര്യം തന്നെയാണ്. ഒരു ഫ്ലാറ്റിലൊക്കെ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും പോകുമ്പോൾ ഇതേ കണക്ക് പോർട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കര മോശമായിട്ട് സദാചാര ഗുണ്ടായിസമൊക്കെ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളവന്മാരെ അടിക്കേണ്ടവ തന്നെയാണ്. എന്നിരുന്നാൽ പോലും തൻ്റെ മകൾ പോയാലും അത് തനിക്ക് പ്രശ്നമില്ല. അതായത് ഇന്നത്തെ കാലം അല്ല, വേറെ ഒരു കാര്യവും നമുക്ക് ഇത് ചെയ്യേണ്ട. അവരുടെ മക്കൾ പോകുന്നോ ഒന്നുമല്ല, കൃഷ്ണകുമാർജിയുടെ മക്കൾ പോകുന്നൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കാലത്ത് ഇതേ കണക്ക് പെൺകുട്ടികൾ ഇതേ കണക്ക് കണ്ട ഫ്ലാറ്റിലൊക്കെ കയറി ഇറങ്ങി നടക്കുവാണെങ്കിൽ അവരെ അച്ഛനും അമ്മമാരും ഒക്കെ നോക്കിയില്ലെങ്കിൽ, അത് പെണ്ണോ ആണോ ആയിക്കോട്ടെ, തൻ്റെ മക്കളെ നോക്കിയില്ലെങ്കിൽ അവരെത്തരത്തിൽ വഴിപിഴച്ച് പോകുമെന്ന് ഈ കാലഘട്ടം തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം വസ്ത്രധാരണത്തിന് അപ്പുറമാണ് ഈ പയ്യന്മാർ കണ്ട ഫ്ലാറ്റിലൊക്കെ പയ്യന്മാരുമായിട്ടൊക്കെ ചുറ്റുന്നത്. നാളെ ഇവരൊക്കെ വലിയ നടിമാരല്ലേ, നാളെ എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ വരുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. സോ അത് അനുഭവത്തിലൂടെ പഠിക്കട്ടെ കൃഷ്ണകുമാർജി. എന്തായാലും പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. അപ്പോൾ നിങ്ങളുടെ മക്കൾ ഞാൻ എൻ്റെ മക്കൾ പോകുമായിരിക്കും, പോയാൽ എനിക്ക് ബുദ്ധിമുട്ടില്ല. എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവൃത്തി അവർ ചെയ്യുന്നില്ല. അവരാരുടെ കൂടെ പോകുന്നു, എന്തിനു പോകുന്നു എനിക്ക് ബുദ്ധിമുട്ടേ. അത് അവരുടെ ഇഷ്ടമാണ്. പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സ്വാതന്ത്ര്യം. കൃഷ്ണകുമാർജി പറയുന്നതിലും കാര്യമുണ്ട്. കൃഷ്ണകുമാർജിക്ക് കുഴപ്പമില്ലായിരിക്കും. സ്വന്തം മക്കൾ കണ്ട ഫ്ലാറ്റുകളിലൊക്കെ നിരങ്ങുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. എല്ലാവരും കൃഷ്ണകുമാർജിയെ പോലെ വിശാല ചിന്താഗതിക്കാരാവണമെന്ന് നമുക്ക് നിർബന്ധമൊന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു അധിക കാലമൊന്നും എടുക്കില്ല. ഇവരുടെ മക്കൾ, കൃഷ്ണകുമാർജിയുടെ മക്കൾ ഇങ്ങനെ കണ്ട ഫ്ലാറ്റിലൊക്കെ കയറി ഇറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ വല്ല ലഹരി കേസിലുമൊക്കെ പ്രതിയായാൽ നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. നമുക്കങ്ങനെ പറയാനും പറ്റത്തില്ല. ചിലപ്പം അവർ നല്ല ഉദ്ദേശത്തോടെ ആൺപിള്ളേരെ കൊണ്ട് ഫ്ലാറ്റുകളിലൊക്കെ പോകുന്നതായിരിക്കാം, അല്ലായിരിക്കാം. ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് സദാചാരം പാടില്ല, എന്നിരുന്നാൽ പോലും പുരോഗമന ചിന്തയൊക്കെ വേണമെങ്കിലും ചില കാര്യങ്ങളിലൊക്കെ എത്തിക്കൂടെ എന്താ പറയുക, സാമൂഹികപരമായിട്ട് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അത് വേറൊന്നുമല്ല, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടി മാത്രം. ഇതിനെ നമുക്ക് ചിലപ്പം സദാചാരമെന്നോ അല്ലെങ്കിൽ സദാചാര ഗുണ്ടായിസമെന്നോ അല്ലെങ്കിൽ സദാചാര ചിന്തയെന്നോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഫാസിസമെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങളെ എൻ്റെ വാക്കുകളെ വ്യാഖ്യാനിക്കാം. പക്ഷേ നമ്മുടെ ചുറ്റുപാടും ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരത്തിൽ ഫ്ലാറ്റിൽ പോകുമ്പോൾ ഇത് മാത്രമായിരിക്കത്തില്ല, ഈ സെക്സ് എന്ന് പറയുന്ന സാധനം മാത്രമായിരിക്കില്ല ഉദ്ദേശം. അവരുടെ ഉദ്ദേശം പലതായിരിക്കും. ഈ പറയുമാതിരി വൻ ലഹരി ഉപയോഗം മറ്റുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അതിൻ്റെ പേരിൽ പിടിക്കപ്പെട്ടതിൻ്റെ നാണക്കേട് എത്രമാത്രമാണെന്ന് നമ്മൾ കണ്ടുവരുന്നതുമാണ്. പിന്നെ കൃഷ്ണകുമാർജി പറയുന്നത് ഈ എന്താ പറയുന്നത് വസ്ത്രധാരണത്തെ പറ്റിയാണ്. തൻ്റെ മക്കളോട് പറഞ്ഞിട്ടുണ്ട് ഇതേ കണക്ക് നല്ല വസ്ത്രം ധരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണകുമാർജി പറഞ്ഞ കാര്യങ്ങളാണ്. വസ്ത്രം അവരുടെ ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, പക്ഷേ ഇവിടെ വന്ന് സദാചാരം കൂടെ പറയരുത് കൃഷ്ണകുമാർജി. ഒരേ സമയം അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം,
അവരെ കയറി പിടിക്കാനുള്ള സ്വാതന്ത്ര്യം ആർക്കുമില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് തന്നെ അതൊന്നും ആർക്കുമില്ല. അത് വ്യക്തമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനി ഡ്രസ്സില്ലാതെ നടന്നാൽ പോലും ഒരു കുഴപ്പമില്ല. അതൊക്കെ ഈ കാണുന്നവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. പക്ഷേ കൃഷ്ണകുമാർജി ഇവിടെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാന്യമായി വസ്ത്രം ധരിക്കണമെന്ന് തൻ്റെ കുട്ടികളോട് കൃഷ്ണകുമാർജി പറഞ്ഞ് പഠിപ്പിച്ചു എന്നാണ്. മാന്യമായി വസ്ത്രധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി കൃഷ്ണകുമാർജി വേറെ രീതിയിലൊക്കെ പറയും, മറയ്ക്കേണ്ടത് മാത്രം മറച്ച് അങ്ങനെയൊക്കെയുള്ള. ഞാനിതിനെ സദാചാര ചിന്തയോടൊന്നും പറയുന്നതല്ല. കൃഷ്ണകുമാർജി പറഞ്ഞ രീതിയിൽ മാന്യമായ ഡ്രസ്സിങ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ളവരെ പോർട്രേറ്റ് ചെയ്ത് പറയുമ്പോൾ കൃഷ്ണകുമാർജി സ്വന്തം മക്കളെ ഒന്ന് നോക്കണം. നമുക്കറിയാം കൃഷ്ണകുമാർജിയുടെ മക്കൾ ആരൊക്കെയാണെന്ന്. ഒന്നാമത്തെ ആൾ നമ്മുടെ അഹാനയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ദിയയുടെ കല്യാണം കഴിഞ്ഞാണ്, ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നാണ് അറിയുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഇഷാനി, ഹാൻസിക, ഇവരെയൊക്കെ നമുക്ക് ഇവരെ ചിത്രങ്ങളൊക്കെ ഇവിടെ വെക്കാം. അവരെല്ലാം അത്യാവശ്യം മറയ്ക്കാനുള്ള കാര്യങ്ങൾ, ഇനി മറയ്ക്കാനുള്ള കാര്യങ്ങൾ മാത്രം മറച്ചുകൊണ്ട് എന്ന് മോശമാണെന്ന് ഞാൻ പറയുന്നില്ല. കാര്യം നമ്മുടെ തംബ്ലൈനുകൾക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ള ഒരുപാട് ഫോട്ടോ തരുന്ന നല്ല ഫോട്ടോജീനിക്കായിട്ടുള്ള 4 കുട്ടികളാണ് കേട്ടോ ഇവർ. അപ്പം നമ്മളവരെ മോശമായിട്ടല്ല പറയുന്നത്. പല വിവാദങ്ങളിലും നമ്മൾ സംസാരിക്കാറുണ്ട്. അവരെ മോശമായിട്ടോ ഉള്ള രീതിയിലൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഈ ആവശ്യമുള്ളത് മാത്രമേ മറയ്ക്കാവൂ എന്നുള്ളതാണോ പറഞ്ഞു കൊടുത്തത്, അതോ മാന്യമായ വസ്ത്രധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിനിടയിൽ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ടും മറ്റുമൊക്കെ ചെയ്യുമ്പോൾ മാന്യമായി വസ്ത്രം ധരിക്കുക എന്നുള്ളതാണോ പറഞ്ഞു കൊടുത്തതെന്ന് എനിക്കറിയില്ല. എന്തായാലും കുഴപ്പമില്ല. പിന്നെ കൃഷ്ണകുമാർജി ഉദ്ദേശിക്കുന്നത് എല്ലാം ഒന്നും മലയാളിയൊക്കെ പിടികിട്ടുന്നില്ല എന്ന് കേട്ടു. ഇത്ര വലിയ പുരോഗമനവാദമൊക്കെ ഉള്ള ഒരു സംഖ്യ പൈതൽ പറയുമ്പോൾ പലർക്കും പിടികിട്ടില്ല. കൂടുതൽ എയറിൽ വിടാറാണ് പതിവ്. അപ്പം നമുക്ക് മലയാളികളെയും കുറ്റം പറയാൻ ഒക്കത്തില്ല. ഇവരുടെ അത്ര വലിയ പുരോഗമന ചിന്തയൊന്നും മലയാളികൾക്കും ആയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. എനിക്ക് കൃഷ്ണകുമാർജി പറയുന്നതെന്ന് പറഞ്ഞാൽ തുണിയില്ലാതെ നടന്നാലും ആർക്കും ചോദ്യം ചെയ്യാൻ പാടില്ല. യെസ്, റൈറ്റ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവരുടെ കൺസെൻട്രേഷൻ ഇല്ലാതെ അവരുടെ ബോഡി ടച്ച് ചെയ്യാൻ പാടില്ല. അത് വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും സമൂഹത്തിൽ ഈ പറയുമ്പോൾ തുണിയില്ലാതെ നടക്കുന്നത് അത്ര നല്ലതാണെന്ന് തോന്നുന്നുണ്ട്. ഒരു കാലത്ത് നമ്മൾ തുണി ഉടുക്കാൻ വേണ്ടി ഇവിടെ സമരം ചെയ്തു. ഇപ്പോൾ തുണി അഴിക്കാൻ വേണ്ടി സമരം ചെയ്യുന്നതിന് കൃഷ്ണകുമാർജിയും മക്കളും ഒക്കെ ഒരുമിച്ച് നിന്ന് സഹകരിക്കുവാണോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം മാന്യമായ വസ്ത്രധാരണം, അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ഡ്രസ്സ് ധരിക്കാം, ഇതെല്ലാം ഈ സമൂഹത്തിന് അല്ലെങ്കിൽ അവരവരുടെ ഇഷ്ടമാണ്. അതാ കുഞ്ഞുങ്ങൾ പറയുന്നതിൽ തെറ്റില്ല. ഇദ്ദേഹം ഒരേ സമയം വന്നിരുന്ന് പറയുവാണ് ഡ്രസ്സ് മാന്യമായ ഡ്രസ്സ് ധരിക്കുകയും വേണം, അതേസമയം തന്നെ മാന്യമായ തുണിയില്ലാതെ നടക്കുകയും വേണമെന്ന് പറയുന്നത്. അത് എന്ത് ഇരട്ടത്താപ്പാണ് ജി ഉദ്ദേശിക്കുന്നത്? ജി എന്ത് സംഘപരിവാറിൻ്റെ ഒലക്കയാണെന്നാണ് പറയുന്നത്? എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊരു നേതാവൊക്കെ ഇല്ലേ? നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സദാചാരം പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ സംഘപരിവാർ എന്ന് പറയുന്നത്. എന്നാൽ ജി മാത്രം അതിൽ നിന്ന് വളരെ ഡിഫറൻ്റാണ്. ജിയുടെ മക്കൾ എന്തായാലും ആ ഒരു ചിന്താഗതിയിലുള്ള ആൾക്കാരല്ല എന്ന് തോന്നുന്നുണ്ട്. കൂടുതൽ കാണണ്ടെന്ന് വിചാരിക്കുന്നു, കാണിക്കുന്നില്ല, അത്രേ ഉള്ളൂ. നടക്കുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളല്ല, ഈ പിള്ളേരല്ല ഏറിപ്പോയിരിക്കുന്നത് ജിയാണ്. എന്തോ പറയാനോ ജിയുടെ ഒരവസ്ഥ. പിന്നെ ഇത് എൻ്റെ ഈ വീഡിയോയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. നിങ്ങൾക്ക് എന്ത് അഭിപ്രായമാണെങ്കിലും രേഖപ്പെടുത്താം. അതാണല്ലോ ഡിസ്കഷനുകൾ നടക്കണം. നമ്മളുടെ കയ്യിൽ തെറ്റുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ ചെയ്യുന്നതിലാണ് തെറ്റെങ്കിൽ അത് നിങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരണം. അല്ലാതെ പിന്നെ തെറിയ അസഫിയൊന്നും പറയരുത്, ചൂണ്ടിക്കാണിച്ച് തരണം. നമുക്ക് മാക്സിമം പുരോഗമന ചിന്താഗതിയിലൂടെ നടക്കാം. ഇവരെ ഇപ്പോൾ ഈ 4 പെൺകുട്ടികളായാലും നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുന്നവരാണ്, അവരുടെ ഡ്രസ് സെൻസ് ഉള്ളവരാണ്. അവരുടെ ഫോട്ടോഷൂട്ടിനുമൊക്കെ ഈ പറയുമാതിരി വളരെ അവരുടേതായ രീതിയിൽ എന്തായാലും നല്ല കാണാൻ കൊള്ളാവുന്ന ഫോട്ടോസ് തന്നെയാണ് അവരെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരിക്കലും അവരുടെ ഫോട്ടോഷൂട്ടിനെ ഒന്നും കുറ്റം പറയുന്നില്ല. ഇവിടെ അതേസമയം
ജി വന്നിരുന്ന് സദാചാരം പറയുന്ന കേൾക്കുമ്പോൾ അല്ലെങ്കിൽ മാന്യമായ ഡ്രസ്സിനെ പറ്റിയൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ നമുക്കൊന്ന് പറയണമെന്ന് തോന്നി. ഇതിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞാൻ മാനിക്കുന്നതായിരിക്കും. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണ്. അല്ലേ, വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളം എന്നല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക. ഇപ്പൊ സ്ത്രീകളെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാറുണ്ട്. ഇപ്പൊ കൃഷ്ണകുമാരേട്ടനെ സംബന്ധിച്ച് ഇപ്പം വീട്ടിൽ ഈ 4 പെൺമക്കളെയും അവരുടെ വേഷങ്ങൾ എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. അക്കാര്യങ്ങൾ ഈ വേഷത്തിന്റെ കാര്യത്തിൽ മലയാളിയുടെ മനസ്സ് ഇപ്പോഴും വളരെ ഈ ഒരു പരമ്പരാഗതമായ രീതിയിൽ കിടക്കുകയാണ്. അല്ലേ, വസ്ത്രധാരണം ഒന്ന് ഇപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വിഷയമായിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ, ഒരു സ്ത്രീ വസ്ത്രം ധരിക്കാതെ റോഡിലൂടെ നടന്നാൽ പോലും നോ എന്നാണെങ്കിൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ തൊടാൻ പാടില്ല. അത് കേരളം എന്നല്ല, ലോകത്തെവിടെയാണെങ്കിൽ. പക്ഷേ ഇതെല്ലാം നടന്നാൽ ഏത് വസ്ത്രം ആർക്കും ധരിക്കാം, അത് വേറെ. പക്ഷെ ഞാൻ എന്റെ മക്കളോട് ഞാനൊരു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. വസ്ത്രം നല്ല രീതിയിൽ ധരിച്ചിരിക്കണം. അത് ശരീരം കവർ ചെയ്യാൻ വേണ്ടിയാണ് വസ്ത്രം ധരിക്കുന്നത്. പരമാവധി ഏറ്റവും നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുക.